ഫ്രാൻസിന്റെ മുഴുവൻ സിസ്റ്റവും പൊളിച്ചാലേ ജയിക്കാനാകൂ എന്ന ബോധ്യത്തോടെ ഇറങ്ങിയതാണ്. 90 മിനിറ്റിനുള്ളിൽ അത് തന്നെ സംഭവിച്ചു. ദഷാംസിന്റെ പതിവ് പദ്ധതികൾ ഒന്നൊന്നായി അടപടലം തകർന്നു വീണു. അതിലേക്ക് നയിച്ചത് സ്പെയിനിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള ആ 10 പദ്ധതികളായിരുന്നു. ഒന്ന്, എംബാപ്പയെയല്ല, എംബാപ്പയിലേക്കുള്ള എല്ലാ വഴികളും അടച്ചു. മത്സരത്തിൽ ഏറ്റവും വലിയ ചോദ്യം ആരാണ് എംബാപ്പയെ മാർക്ക് ചെയ്യുക, പൂട്ടുക എന്നതായിരുന്നു. പക്ഷേ സ്പെയിൻ അതിന് നൽകിയ മറുപടി വ്യത്യസ്തമായിരുന്നു. ആരും വേണ്ട. ഫുട്ബോളിൽ 2 രീതികൾ ഉണ്ട് എന്നോർക്കണം. ഒന്ന്, ആളെ മാർക്ക് ചെയ്യുക. 2, സ്പേസ് മാർക്കിംഗ്. സ്പെയിൻ രണ്ടാമത്തേത് സ്വീകരിച്ചു. എംബാപ്പെ പന്ത് കിട്ടുമ്പോഴല്ല അപകടകാരി എന്നവർ തിരിച്ചറിഞ്ഞു. പന്ത് കിട്ടുന്നതിന് മുമ്പാണ് ഏറ്റവും അപകടകാരി. അതുകൊണ്ട് അദ്ദേഹത്തിന് പാസ് നൽകുന്ന എല്ലാ വഴികളും സ്പെയിൻ അങ്ങ് പൂട്ടി. റോഡ്രി മധ്യനിരയിൽ പാസ് ലൈനുകൾ മുറിച്ചു. ഫാബിയൻ റൂയിസ് എംബാപ്പയിലേക്ക് തിരിയുന്ന പന്തുകൾ തടഞ്ഞു. കുക്കറേയ പിന്നിൽ നിന്ന് ഓട്ടത്തിൻ്റെ ദിശ നിയന്ത്രിച്ചു. ഈ ലോകകപ്പിൽ ആദ്യമായാണ് എംബാപ്പെ അവസാന 3-1 ഇത്രയധികം സമയം പന്തില്ലാതെ അലഞ്ഞത്. പലപ്പോഴും അദ്ദേഹം സ്വന്തം ഹാഫിലേക്ക് ഇറങ്ങി പന്ത് തേടി. ഗോൾ